ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ ചൊറിയാൻ ചെന്നതാണ് അനാമിക. വയറ് നിറയെ അങ്ങ് കൊടുത്തു. ഞാനേ എല്ലാം വിളിച്ചു പറയണോന്ന് ചോദിച്ചു. കുറേ ദിവസമായി നീ ഇതുപോലെ ഇവിടെ കിടന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നീ അന്യ ആൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടക്കുന്ന പെൺകുട്ടി മാത്രമല്ല, അത്യാവശ്യം ഒരാളെ കൊല്ലാൻ വരെ മനസ്സുള്ളവളാണെന്ന കാര്യവും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പം നീ പറഞ്ഞു, അങ്ങനെ ഓരോന്ന് നീ അങ്ങ് പറഞ്ഞോടി. എന്നാലും നിന്റെ മനസ്സിനകത്ത് ഇപ്പം തീരാത്ത വേദനയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ വേദനിക്കുന്നതാണ് ഇവിടെ പലരുടെയും സന്തോഷമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവഴിയെന്ന് നയനി അന്നേരം തിരിച്ചും പറഞ്ഞു. ആദർശേട്ടൻ്റെ മോളാണ് ചന്തുമോള്, എന്നാൽ എൻ്റെ മോളല്ല. എന്നിട്ടും മോളെ ഞാൻ സ്നേഹിക്കുന്നതാണ് നിൻ്റെയൊക്കെ വിഷമമെന്ന് എനിക്കറിയാം. എൻ്റെ ആദർശേട്ടന് ഇനി ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ അതിനെയും ഞാനൊരു പക്ഷെ സ്നേഹിച്ചെന്നിരിക്കും. അതെ, എൻ്റെ സ്വഭാവ ദൂഷ്യമായിട്ട് നീയൊക്കെ കണ്ടോ. എന്നാലും ഈ ജന്മം എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ട് കളയില്ല എന്ന് നയന പറയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുക അനാമിക. ഏത് സാഹചര്യത്തിലും എൻ്റെ ആദർശേട്ടനൊപ്പം ഞാൻ കൂടെ തന്നെ നിൽക്കുമെന്നും അങ്ങനെയാണ് നീയും വേണ്ടതെന്നൊക്കെ നയന പറഞ്ഞു കൊടുത്തു. പിന്നെ അതിനു പകരം ഭർത്താവിൻ്റെ വേദനകൾ തിരിച്ചറിയാതെ അവൻ്റെ മനസ്സെന്താണെന്ന് അറിയാതെ നീ വഴിവിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അനാമികയ്ക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെയുള്ള നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ ഒരു അർഹതയില്ല എന്ന് നയന പറയുന്നത് കേട്ടുകൊണ്ടാണ് ദേവയാനി കയറി വരുന്നത്. എന്താ ഇവിടെ എന്ന് ദേവയാനി ചോദിച്ചു. അപ്പം ഞാൻ ചന്തമോളെ സ്നേഹിക്കുന്നത് ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത്ര തന്നെ. അപ്പോൾ മോൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെ വിഷം കലർത്തണമെന്നാണ് ഇവള് പറയുന്നത്, അതും മോളുടെ മുന്നിൽ വെച്ച്. അത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ ഇവളൊരാളെ കൊല്ലും എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് ദേവയാനി അന്നേരം അനാമികയോട് പറഞ്ഞു. അനാമിക ഞെട്ടിപ്പോയി ദേവയാനി പറയുന്നത് കേട്ട്. അപ്പോൾ വല്യമ്മ ഇവളെ ന്യായീകരിക്കാൻ തുടങ്ങിയൊന്ന് ദേവയാനിയോട് ചോദിക്കുമ്പോൾ ന്യായീകരിച്ചൊന്നും അല്ല മോളെ, ഇവളെ ഞാൻ കുറേ കാലമായിട്ട് കാണുമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് ദേവയാനി ഈ അനാമികയോട് പറഞ്ഞു. വല്യമ്മ ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വല്യമ്മയ്ക്ക് അറിയാവോ? വല്യമ്മയ്ക്ക് ഒരു പെൺകുട്ടി കരൾ പകുത്ത് തന്നില്ലായിരുന്നു, ആ പെൺകുട്ടിയെയാണ് വല്യമ്മ സ്നേഹിക്കേണ്ടതെന്ന് പറയുമ്പോൾ ദേവയാനി നയനെ ഇങ്ങനെ നോക്കുമോ. നയനെ ദേവയാനിയെയും നോക്കുവാണേ. ഇതുപോലെ അസൂയയും കുശുമ്പുള്ള മനസ്സിനകത്ത് 1% പോലും സത്യമില്ലാത്ത ഇവരെ തുരുത്തിയിട്ട് ആ പെൺകുട്ടിയെയാണ് മരുമകളായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടതെന്നൊക്കെ അനാമിക തമ്പുരായിട്ട് ഇരുന്ന് ഇങ്ങനെ പറയുവാണേ. ഇതൊക്കെ കേട്ടപ്പോൾ ദേവയാനിക്ക് ചിരിയാ വരുന്നത്. ദേവയാനി ഇരുന്ന് ചിരിക്കുക. ഇവരെ പോലെയുള്ളവരെ ആദർശേട്ടൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിയാൽ ആദർശേട്ടൻ ഇനിയും തെറ്റ് ചെയ്യും വല്യമ്മേ, അത് ഉറപ്പാണെന്നൊക്കെ അനാമിക ഘോര പ്രസംഗിക്കുന്നു. ഇവരുടെ ഭർത്താവ് ചെയ്തിരിക്കുന്ന തെറ്റ് ഒരു പെൺകുട്ടിക്കും സഹിക്കാനും അതുപോലെ പൊറുക്കാനും കഴിയാത്തതാ. എന്നിട്ടും അത് പ്രോത്സാഹിപ്പിക്കുക ഇവർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ളപ്പോൾ ആണുങ്ങൾ എങ്ങനെ നന്നാകുമെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗുകൾ. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് നീ ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ബെഡ്റൂമിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പം കീരിയും പാമ്പും പോലെ കഴിയുന്നതെന്ന് പറയുമ്പം അതിന് കാരണം ആരാടി? നിങ്ങളുടെ അനിയത്തി അല്ലേന്ന് ചോദിച്ചു. സ്വന്തം ഭാര്യയെ മറന്നിട്ട് അതിനെ നിങ്ങളുടെ അനിയത്തി ഓർത്തുകൊണ്ടിരിക്കുക ഏതു നേരവും. അത് സഹിക്കാനേ എനിക്ക് മനസ്സില്ല എന്ന് അനാമിക. നിങ്ങൾക്കതൊക്കെ സഹിക്കാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടാണ് ഞാനും നിങ്ങളെപ്പോലെ ആകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാനേ ഞാനില്ല, എനിക്കതിന് നേരവുമില്ല. എനിക്ക് എൻ്റെ ചന്തുമോളെ ജീവന. പിന്നെ എന്നെയും മോളെയും അകറ്റാൻ നീയായിട്ട് ഇനി കാരണങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കിയാലും അത് നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു നയന. മോളുടെ അമ്മയ്ക്ക് വയ്യാത്തതാ, പിന്നെ അപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മോളെകളെ ഏറ്റെടുത്തോട്ടെ, അതിന് നമുക്കിപ്പോൾ എന്താ മോളെ കുഴപ്പമെന്ന് ദേവേനെ ചോദിക്കുമ്പം ഈ വീടിനകത്തെ എല്ലാവരുടെയും തലയ്ക്ക് അത് സാരമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനാമിക. അതുകൊണ്ടാണ് വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തുള്ളി ചാടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അവളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവളാ പറഞ്ഞപ്പോഴേ കരള തന്നത് എൻ്റെ മോളാണെന്ന് എനിക്ക് പറയാൻ തോന്നിയതാണെന്ന് ദേവയാനി. പിന്നെ ചില സത്യങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നതേ നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എൻ്റെ മോൾ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. മോളുടെ നയനാമ്മയെ അമ്മയായി കരുതി മോളുടെ അച്ഛനെയും സ്നേഹിച്ച് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ദേവയാനി അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നയനയും കൊച്ചും കൂടി അവിടെ നിന്ന് അങ്ങ് പോയി. അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന ജാനകി ജലജ ഈ വക സാധനങ്ങളുടെ അടുത്തേക്ക് അനാമിക ചെന്ന് സംഭവങ്ങളെല്ലാം പറയുക. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു വലിയ കള്ളക്കളി അല്ലെങ്കിൽ നാടകം അരങ്ങേറുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്ന് ജലജ പറയാം. അപ്പച്ചിക്ക് ഓർമ്മയില്ലേ അന്ന് അവളൊരു അവാർഡ് ഫംഗ്ഷന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോകണമെന്ന് വാശി പിടിച്ചത് വല്യമ്മയല്ലേ എന്ന് ചോദിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല മോളെ, ഏട്ടത്തി അംഗമായിട്ടുള്ളൊരു സംഘടനയായിരുന്നു അന്ന് അവൾക്ക് അവാർഡ് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് അവൾ പിന്മാറിയാലേ ഏട്ടത്തിക്കല്ലേ അതിൻ്റെ മോശപ്പേര്.
ആ ഫംഗ്ഷന് ശേഷം ഏട്ടത്തിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാ മോള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ജാനകി പറയുമ്പം അത് ശരിയാ അപ്പച്ചി. അതിനുശേഷമാ ഈ വീട്ടിലെ ജോലിക്കാരികളെ പോലും മാറ്റി നിർത്തിയിട്ട് അടുക്കളപ്പണിയൊക്കെ വല്യമ്മ തന്നെ ചെയ്യാൻ തുടങ്ങിയതെന്നുള്ള കാര്യമൊക്കെ അനാമിക നിന്നിങ്ങനെ പറയുന്നുണ്ട്. എന്ന് മാത്രമാണോ സ്വന്തം മോൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കുന്നതിനൊപ്പം അവളുടെ ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ആ മോളോട് പറഞ്ഞതെന്ന് ജാനകി അന്നേരം അവിടെ നിന്ന് പറയാം. അടുക്കളയിൽ പലപ്പോഴും ഏട്ടത്തിയെ സഹായിക്കുന്നത് ഞാനല്ലേ. ആ ഒരു സമയത്തൊക്കെ നയനയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഓരോന്ന് ചെയ്യുന്നുണ്ട് ഏട്ടത്തി. അപ്പം നയന ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലേ അത് ആദർശിന് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഏട്ടത്തി ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ ചെയ്യുന്നതെന്ന കാര്യം നേരത്തേക്കും ഈ ജലജ ഓതി കൊടുക്കുക. പലപ്പോഴും നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴേ ആ രീതിയിലാണല്ലോ അവർ നമ്മളോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സംശയം മോൾക്കുണ്ടായ സ്ഥിതിക്ക് ഇനി ഇതിന്റെ അവസാനം അത് കണ്ടേ പറ്റുമെന്ന് തന്നെ ഇവള് തറപ്പിച്ച് ചിന്തിച്ചങ്ങ് ഇറങ്ങുന്നു. അങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങുക മൂന്നെണ്ണങ്ങളും കൂടി. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ജലജ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി അനാമികയോട് പറഞ്ഞു കൊടുക്കുവാണ്, ഒരു കാരണവശാലും അമ്മായിമ്മയും മരുമകളും ഒന്നിക്കാൻ പാടില്ല മോളെ എന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞൊക്കെ മരുമകളും അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കാർക്കും ഈ വീട്ടിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് ജാനകി പറയുന്നു. അവള് വലിയ സാമർഥ്യക്കാരി അമ്മേ, അതുകൊണ്ട് വല്യമ്മയുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയോന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നൊക്കെ അനാമിക നിന്നങ്ങ് പറയുന്നു. അങ്ങനെ രണ്ട് കുശുംബികളും കൂടെ നിന്ന് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും ദേവയാനിയും കൂടെ അടുക്കളയിൽ നിൽക്കും. അപ്പോൾ ദേവയാനി അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു, നയനെ ഓരോന്ന് ചെയ്യുന്നു. അപ്പോൾ നയന പറഞ്ഞു, അമ്മ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് വർത്താനമൊക്കെ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല അടുപ്പത്തിലാണെന്ന് ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാകുമെന്ന് നയന പറയുക കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി, അനാമിക മോളെ ഇനി എങ്ങനെയാ പറഞ്ഞ് തിരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ, അനി പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നയന പറയുക. അപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് അവനെ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ കൂടുതൽ അനാമികയിൽ നിന്ന് അകന്നു പോകുമെന്ന് ദേവയാനി നയനയും കൂടെ സംസാരിക്കുന്നത് ഈ ജലജ പുറത്ത്, അതായത് അടുക്കളയുടെ പുറത്ത് വന്ന് നിന്ന് ഒളിഞ്ഞു കേൾക്കുക. അനാമികയുടെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനും കണ്ടായിരുന്നു. അവള് മനഃപൂർവ്വം അനിയെ ദേഷ്യം പിടിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നതെന്നുള്ള കാര്യമൊക്കെ ദേവയാനി പറഞ്ഞു. ജലജ എന്നേരം വട്ടം പിടിച്ചോക്കോ കേട്ടോ. അവനാണെങ്കിലോ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുമല്ലേ, അതിൻ്റെ പ്രതികാരമാണ് അനാമികമോള് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് ജലജ, പിന്നെ ഇന്നത്തെ പെൺകുട്ടികളല്ലേ, അവർക്ക് അത്രയൊക്കെ ചിന്തിക്കാനുള്ള കഴിവേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം അതിനെ ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് പുറകിൽ കൂടെ ഒരു രണ്ട് കരങ്ങൾ വന്ന് നമ്മുടെ ജലജയുടെ തോളിൽ കൈവയ്ക്കുന്നത്. അപ്പോൾ ജലജ ഞെട്ടി പുറകോട്ട് നോക്കിയപ്പോൾ ആരാ മുത്തശ്ശി. ജലജ നാറി വെളുത്തങ്ങനെ അവിടെ നിൽക്കുക. നീ എന്താടി ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നതും നമ്മ ഒച്ചത്തിൽ ചോദിക്കുമ്പോഴാണ് നയനയും ദേവയാനിയും കൂടി ഇങ്ങനെ നോക്കുന്നതും ഇത് കാണുന്നതും. ആ സമയത്ത് ഇവള് ചമ്മി വേളറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. മുത്തശ്ശി കയ്യോടെ പൊക്കോന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുന്ന ജലജയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും കൂടെ വന്നു. ഓ, നീ ഇവിടെ വന്ന് മറിഞ്ഞു നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം ദേവയാനി. അമ്മായിമ്മയും മരുമോളും കൂടി എന്താ സംസാരിക്കുന്നതെന്ന് ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു ഇവളെന്ന കാര്യം മുത്തശ്ശി അന്നേരം പറഞ്ഞു. അയ്യോ അല്ലമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജലജ കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിനക്കിവിടെ മറിഞ്ഞു നിൽക്കേണ്ടതുള്ള കാര്യം ഉണ്ടായിരുന്നു, നേരെ കയറി ചെന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ നിന്റെ കുറ്റമൊന്നും അല്ല ജലജയെ പറഞ്ഞത്, ഇവളോട് ഞാൻ പറയുമായിരുന്നു അനിയെ ഒന്ന് ഉപദേശിക്കണമെന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ, പിന്നെ എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. അനിയും അവളും തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണമെന്ന് ഇവളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പൊ കേട്ടല്ലോ ഇവര് പറഞ്ഞത് എന്താണെന്ന്. ഇനി മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ നിനക്കെന്ന് അമ്മ ജലജയോട് ചോദിക്കുമ്പം, അയ്യോ എനിക്കൊന്നും അറിയാനില്ല അമ്മേ, ഏട്ടത്തി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ജലജ ചോദിക്കാതെയല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോഴേതായാലും ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ദേവയാനി പറഞ്ഞു. എന്നാൽ പിന്നെ നാളെ രാവിലെ ഞാൻ അടുക്കളയിൽ കയറിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജലജ അങ്ങ് പോയി. എന്നിട്ട് ജലജ ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഇങ്ങനെ പല്ലു ഉറുമി പിടിച്ചാട്ടാ പോണത്. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം അനാമികയ്ക്ക് സംശയം തോന്നിയിട്ടേ അവൾ എന്തോ ചെന്ന് പറഞ്ഞെന്നായി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അപ്പച്ചി ഇവിടെ വന്ന് മറഞ്ഞു നിന്ന് കേൾക്കാൻ നോക്കിയതെന്ന കാര്യം നയന ഇവരോട് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് എന്തോ വലിയ അപരാധമാണെന്നാണ് ഇവിടെയുള്ളവർ എല്ലാവരും ചിന്തിക്കുന്നതെന്നും ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവങ്ങളാണെന്ന് മുത്തശ്ശി പറഞ്ഞു. നേരത്തെ ജാനകിയെങ്കിലും ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. അവൾക്കൊരു മരുമോള് വന്നതോടെ അവളുടെ സ്വഭാവം മൊത്തത്തിൽ മാറിപ്പോയി. ആ മരുമകളെ പറ്റി തന്നെയാമേ ഞങ്ങൾ സംസാരിച്ചതെന്ന് ദേവയാനി പറയാം. ഇവിടെ കയറി വന്ന മരുമക്കളാരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല എന്നും പിന്നെ
അനാമികയുടെയും അനിയുടെയും കാര്യത്തിലും അങ്ങനെ സംഭവിക്കരുതെന്നുള്ളൊരാഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കാം. അനിയാണെങ്കിലോ ഭയങ്കര വിഷമത്തിലാ. അവൻ്റെ അച്ഛനും അമ്മയും ഉപദേശിച്ചാലും അവൻ കേൾക്കാനൊന്നുമില്ലമ്മേ. നീ അവനോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം മോളെ എന്ന് ദേവയാനി നയനയോട് പറഞ്ഞു. അങ്ങനെ അനാമിക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവനും അതിന് കാരണക്കാരൻ തന്നെയാണെന്ന് ദേവയാനി നയനയോട് പറയുക. പിന്നെ അങ്ങനെ ഒരു കൊച്ച് ഈ വീടിനകത്തുണ്ടെന്ന് പോലും ചിന്തിക്കാതെയാണ് അവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവയാനി പറയുമ്പം വേണ്ടാത്ത ബന്ധമായി പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ അമ്മ പറയുന്നു. അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയേണ്ടവരാരും പറഞ്ഞതും ഇല്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് നയന വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി. മുത്തശ്ശി പോയപ്പോൾ നയനയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നവ്യ കുഞ്ഞുവാവെ ഉറക്കുക കേട്ടോ. അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ അങ്ങോട്ടേക്ക് വന്നപ്പോൾ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തി എന്താന്ന് ചോദിച്ചു. അപ്പം അടുത്ത കുശുമ്പ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നതാ. ഈ നയനയും അവളുടെ അമ്മായിമ്മയും തമ്മിൽ ലോഹിത്തിലായോ എന്ന് ഈ ജലജ നവ്യയോട് ചോദിക്കുന്നു. അവരുടെ പലപ്പോഴുള്ള സംസാര രീതിയും പെരുമാറ്റ രീതിയും ഒക്കെ കണ്ടിട്ടെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എനിക്ക് മാത്രമല്ല അനാമികയും ജാനകിയും ഒക്കെ അതേപ്പറ്റി പറയുന്നുണ്ടെന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പം അതേപ്പറ്റി എനിക്കൊന്നും അറിയില്ല അമ്മയെന്ന് നവ്യ പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ പണ്ടത്തെ ശത്രുതയൊന്നും ഇല്ലാന്നറിയാം എന്ന് നവ്യ പറയുമ്പം ഒരുത്തി ഏട്ടത്തിക്ക് കരള് ദാനമായിട്ട് കൊടുത്തായിരുന്നല്ലോ, അവളെ പറ്റി ഇപ്പം അന്വേഷണമൊന്നും ഇല്ലേ എന്ന് ജലജ നവ്യയോട് ചോദിച്ചു. ഏട്ടത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആ പെണ്ണിനെ കാണണമെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കാറുന്നല്ലോ ഇതിലെ. അവർക്ക് പാരിതോഷികമൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ശ്രമിച്ച് കാണില്ലായിരിക്കും എന്ന് നവ്യ അന്നേരം ജലജയോട് പറയാം. എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ജലജ നവ്യയോട് പറയാം. നീയും നിന്റെ അനിയത്തിയും തമ്മിൽ പഴയ പോലെ അത്ര വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാനത് നിന്നോട് ചോദിക്കുന്നത്. എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ എങ്ങനെയാ അമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പം ശരി പിന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ച് വെക്കുക. നീ ഇപ്പൊ തൊട്ടിൽ ആട്ടുന്നുണ്ടല്ലോ നിന്റെ കുഞ്ഞിനെ. ആ കുഞ്ഞിന് മുകളിൽ ഇവിടെ വലിഞ്ഞു കയറി വന്ന ഒരുത്തിയെ സ്ഥാനം പിടിക്കരുതെന്നുള്ള കാര്യം ജലജ നവ്യക്ക് വീണ്ടും വീണ്ടും ഓതി കൊടുക്കുക. നവ്യ ഇങ്ങനെ ഇളക്കി വിടുവാണെന്ന്. ആദർശാണ് അവന്റെ മുത്തശ്ശന്റെ തലയെടുപ്പുള്ള കൊച്ചുമോൻ. ആ തലയെടുപ്പ് അവന്റെ തെറ്റായ ബന്ധത്തിലെ സന്തതിക്ക് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അതിപ്പോ ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അമ്മേന്ന് നവ്യ ചോദിക്കുമ്പോൾ നടത്തിയാൽ നിനക്ക് നിന്റെ കുഞ്ഞിനും കൊള്ളാമെന്നും. നവ്യെ ചില കാര്യങ്ങളിൽ കുടുംബത്തിനകത്ത് അത്യാവശ്യം ചില സംസാരങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ന്യായമായ കാര്യങ്ങൾക്ക് അത് സമ്മതിച്ചു കൊടുക്കാം. നിനക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആദർശിനെ വിളിച്ച് ഒന്ന് ശാസിക്കുക പോലും ചെയ്തിട്ടില്ല അവൻ്റെ മുത്തശ്ശനോ മുത്തശ്ശിയോ. നടക്കുന്നതൊക്കെ നീ കാണുന്നതല്ലേ. എപ്പോഴും എല്ലാത്തിനും അവനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇത് അനുവദിച്ചു കൊടുത്താൽ വലിയ നഷ്ടം തന്നെ സംഭവിക്കും. മറിച്ച് അഭി പുറത്തോട് പോകുന്ന ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കിയാന്നറിഞ്ഞാലോ ഈ വീട്ടിൽ എന്തൊക്കെയായിരുന്നു. ആ സ്പോട്ടിൽ അവനെ ശിക്ഷിക്കില്ലേ അവൻ്റെ മുത്തശ്ശൻ? പറഞ്ഞിട്ടേ കാര്യമില്ല. എന്നെ എടുത്തു വളർത്തിയതല്ലേ, അപ്പോൾ എൻ്റെ മോനും ആ ഒരു പരിഗണനയെ അവർ കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഈ ജലജ അങ്ങ് ഇറങ്ങിപ്പോയി. നവ്യ ഭയങ്കര ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവർ ഫുഡെല്ലാം കൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെക്കുന്നു. ആ സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് രണ്ടാളും തമ്മിൽ കൂടുതൽ മിണ്ടുകയും പറയുകയൊന്നും വേണ്ട. എൻ്റെ അമ്മായിമ്മയ്ക്ക് സംശയമുണ്ട് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ടോ എന്നുള്ളതെന്നൊക്കെ നവ്യ വന്ന് പറയുമ്പം അതുകൊണ്ടായിരിക്കും അവൾ ഇവിടെ വന്ന് നിന്ന് മറിഞ്ഞു നിന്ന് നോക്കിയേച്ച് പോയതല്ലേന്ന് ദേവയാനി ചോദിച്ചു. അങ്ങനെയാണെങ്കിലേ ഇനി സൂക്ഷിച്ചേ പറ്റുമെന്ന് നയനയും പറഞ്ഞു. അറിയാവല്ലോ എന്നോടിപ്പോൾ അബിക്കും അബിയുടെ അമ്മയ്ക്കും ഭയങ്കര സ്നേഹമാണെന്നുള്ളത്. അതുകൊണ്ട് അവരോട് കള്ളം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് നവ്യ പറയുവാണേ. അപ്പോൾ ദേവയാനി നയനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുവാണ്. പിന്നെ അറിഞ്ഞ സത്യങ്ങൾ ഞാൻ പറയില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറയാതിരിക്കുവാണെന്ന് നവ്യ പറഞ്ഞു. അതുകൊണ്ട് ചേച്ചിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് നയന. നഷ്ടമൊന്നുമില്ല, പക്ഷെ ഇപ്പം ഈ വീട്ടിലുള്ളവരുടെ പോക്ക് കാണുമ്പോഴേ അത് മറച്ചു വയ്ക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് നവ്യ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുക. എൻ്റെ പ്രസവത്തിന് മുൻപ് എൻ്റെ അമ്മായിമ്മയുടെയും അബിയുടെയും ഒന്നും സ്വഭാവം ശരിയായിരുന്നില്ല, പക്ഷെ അതിനുശേഷം അവരൊക്കെ കുറച്ച് നന്നായിട്ടുണ്ടെന്നും അമ്മായിമ്മയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, അബി ശരിക്കും മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ നവ്യ ഇവരോട് രണ്ടുപേരോടും പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഓരോന്ന് മറച്ചു വെക്കുന്നതേ തീരെ ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നാണ് ഇത് മറച്ചു വെക്കേണ്ടത് എന്ന് ദേവയാനി പറയുമ്പോൾ അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു നവ്യ. അമ്മായിയുടെ മോനേക്കാളും ഒട്ടും താഴെയല്ല ഇപ്പം അബിയെന്നും പറഞ്ഞ്
ഈ നവ്യ പറഞ്ഞേ, ആദർശേട്ടൻ്റെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാം. അബിക്ക് അങ്ങനെ ഒരു സൗജന്യം ഇവിടെ ആരും കൊടുക്കില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട എന്ന് നവ്യയോട് നയന പറഞ്ഞു. അല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാലേ അത് കേൾക്കാൻ ആർക്കും തോന്നത്തില്ല എന്ന് നവ്യ പറയാം ഇവരോട് രണ്ടുപേരോടും. പിന്നെ ഇതുവരെ ഒളിപ്പിച്ചുകൊണ്ട് നടന്ന ആ ഒരു രഹസ്യം പിടിക്കപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് നവ്യ ഇവരോട് പറയുന്നു. എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇപ്പം നല്ല സംശയമുണ്ട്, അത് ഞാൻ വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് പിടിക്കപ്പെടണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു നവ്യ അവിടെ നിന്ന് പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പം അമ്മ പരിസരബോധം പോലും പറഞ്ഞു പലപ്പോഴും എന്നെ സ്നേഹിക്കാറുണ്ട്, അതാണ് പ്രശ്നമാകുന്നതെന്ന് നയനദേവി എന്നോട് പറയുവാണേ. പിന്നെ അനാമികയും ഞാനും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അമ്മ എന്നെ ചെറുതായിട്ട് സപ്പോർട്ടും ചെയ്തല്ലോ, അതൊക്കെ സംശയത്തിന് കാരണമായി കാണില്ലേ എന്നും പറഞ്ഞിങ്ങനെ പറയാം. ഇനി അതുകൊണ്ടേ നമ്മൾ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ദേവയാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശം നയനയും കൂടി ഇങ്ങനെ ബെഡ്റൂമിലിരുന്ന് അനാമിക പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാം. അപ്പോൾ അനാമിക എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ആദർശേട്ടാ, അതുപോലെ തന്നെ അപ്പച്ചിയും ഇളയമ്മയും ഒക്കെ പറഞ്ഞോട്ടെ, നമുക്കെന്താ പ്രശ്നം. പക്ഷേ നിരപരാധിയായ ആദർശേട്ടനെ അവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ അറിയാതെ പ്രതികരിച്ച് പോകുമെന്ന് പറഞ്ഞു നയന. സത്യങ്ങൾ നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മളെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുക വേണ്ടതെന്ന് ആദർശ നേരം പറഞ്ഞു കൊടുത്തു. തെറ്റ് ചെയ്തവര് അതൊന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ചു കാണിക്കുകയാണ്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി. അതെ, അതിന് അവനൊരു മനുഷ്യനാണോ ആദർശേട്ടാ? അല്ലാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെ നിന്റെ ചേച്ചി ഇപ്പോൾ അവനെ കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ചേച്ചി ഇതെങ്ങാനും അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ തള്ളിക്കളയുമെന്നും നയന പറയുവാണേ. ഈ അടുത്ത സമയത്ത് കമ്പനിയിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടൊരു കേസ് വന്നിരുന്നല്ലോ, അതിൽ അബിക്ക് പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവനെയാണ് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കണമെന്നൊക്കെ പറയുന്നതെന്ന് ആദർശ് പറയുമ്പം അത് കടുങ്കയല്ലേ ആദർശേട്ടാന്ന് ചോദിച്ചു. അപ്പം അതെ, പക്ഷേ അവൻ ഓഫർ ചെയ്ത സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നിന്റെ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും സംശയിക്കുമെന്നും എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കാഴ്ചയിൽ അവനെക്കാളും മോശക്കാരനാണല്ലോ ഞാനെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ സത്യം മറ്റാരോടും പറയാൻ പറ്റത്തില്ലല്ലോ ആദർശേട്ടാന്ന് പറഞ്ഞു നയന ഇങ്ങനെ ആദർശിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം നയന മുത്തച്ഛനും കാരണമാണല്ലോ മറ്റുള്ളവർ അറിയാതെ പോയത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ബൈ ടാറ്റാ.